ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രസമാണ് വെക്കുന്നത്. ആദ്യം ഇടിയിലിനകത്തോട്ട് വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടി എടുത്ത് നന്നായിട്ട് ഇടിച്ചെടുക്കുന്നുണ്ട്, ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് കുറച്ച് കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവയും ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില ഒന്നതായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ഇതുണ്ടല്ലോ, അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. കരിഞ്ഞു പോകരുത് കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മുടെ പൊടികളൊക്കെ ഇടുന്നു. മഞ്ഞൾപ്പൊടി ഇട്ട്, മുളക് പൊടി വളരെ കുറച്ച് മാത്രം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് കുരുമുളക് അധികം ഇടുന്നുണ്ട്. വെളുത്തുള്ളിയും കുരുമുളകും തോനെ ഇടും കേട്ടോ രസത്തിനകത്ത്. അങ്ങനെ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഒരു തക്കാളി എടുത്തിട്ടുള്ള ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും കൂടിയിട്ട് തീ കുറച്ച് വെച്ച് ഒന്ന് പൊടിയുടെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വടക്കംപുളിയാണ് ഇടുന്നത്. വടക്കംപുളി ഇട്ട് ആവശ്യത്തിന് നല്ലതുപോലെ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വടക്കംപുളി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെക്കണം. എന്നിട്ട് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് നല്ലതുപോലെ തിളപ്പിക്കുന്നു. നല്ല വെട്ടി തിളച്ച് വരുന്നുണ്ട് രസം കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല മണം അടിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ഇട്ട് വരുമ്പോൾ രസം നല്ല ടേസ്റ്റാണ് രസം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. ഈ രസം മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. എല്ലാവർക്കും രസം വെക്കാനൊക്കെ അറിയാമായിരിക്കും, എന്നാലും ഞങ്ങൾ വെക്കുന്ന രീതി ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ.